നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടിയിരുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന, ഒന്നുകിൽ അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടിയിരുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു വിഷയമാണ് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിയിരിക്കുന്നത്. അമ്മ സംഘടനയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, പരസ്പരം കരിവാരി തേക്കുന്നു, അടിപിടി, ആകെ ബഹളം. എന്നാൽ ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്, സത്യം പറയുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംശയത്തിൻ്റെ പേരിലുള്ള അടിപിടി, വഴക്ക് തന്നെയാണ്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അവിഹിതം. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പരസ്പരം ഒരു സർക്കിളിലിരുന്ന് തീർക്കേണ്ടതിന് പകരം അത് ഒരു സംഘടനയിലേക്ക് ചേർത്തുകൊണ്ട് ഒരു സംഘടനയുടെ കാര്യമായിട്ട് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആരോപണ വിധേയമായതോടുകൂടെ വലിയ രീതിയിൽ തെളിവുകളുമായിട്ട് ഇരുകൂട്ടരും രംഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അൻസിബ ലക്ഷ്മിപ്രിയ വിഷയത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഒരു സംഘടനയെ ഒന്നടങ്കം നാണം കെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അൻസിബ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അൻസിബയെ തകർക്കാൻ ശ്രമിച്ച വലിയൊരു കൂട്ടത്തിന് തിരിച്ചടിയായി മാറും എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കാലത്ത് ഒരു നടി തനിക്കെതിരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ സംരക്ഷിക്കേണ്ടുന്ന സംഘടന തന്നെ തള്ളിപ്പറഞ്ഞ കാലത്ത് അന്ന് ആ നടിക്ക് കിട്ടാത്ത നീതിയാണ് ഇന്ന് ഈ സംഘടനയ്ക്കെതിരെ ഇത്തരത്തിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായി മാറിയിരിക്കുന്നത്. കാലം കാത്തുവെച്ച് നീതിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്തേക്ക് വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അൻസിബയെ തകർത്തുകൊണ്ട് ലക്ഷ്മിപ്രിയ രംഗത്ത് ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്ത് നിൽക്കുമ്പോൾ ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ തിരിച്ചടിയെ മാറുന്ന ആ നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഡൊമസ്റ്റിക് വയലൻസാ ലക്ഷ്മിപ്രിയ അൻസിബ വിഷയത്തിൽ ലക്ഷ്മിപ്രിയക്കെതിരെ അയാളുടെ ഭർത്താവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ്. ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നുണ്ട്, അൻസിബ അയച്ച ഒരു മെസ്സേജിൻ്റെ പേരിൽ തൻ്റെ കുടുംബത്തിലൊരു വഴക്കുണ്ടായി, തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, തൻ്റെ ഭർത്താവ് തന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അത് അൻസിബയെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അൻസിബയുടെ ആരോപണങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി ആണെങ്കിൽ പോലും നിയമങ്ങൾ എടുത്തു നോക്കുമ്പോൾ, നിയമത്തിൻ്റെ സാധ്യത എടുത്തു നോക്കുമ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ ഈ പറയുന്ന ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ്, ഒരു സ്ത്രീക്കെതിരെ അതിക്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ലക്ഷ്മിപ്രിയക്കെതിരെ, ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻസിബ രംഗത്ത് നിൽക്കുമ്പോൾ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പോലും ചോദ്യത്തിൻ്റെ മുൻപിൽ ചോദ്യ നിഴലിലാകുകയാണ്, സംശയ നിഴലിലാകുകയാണ് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അൻസിബ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളും തള്ളിക്കൊണ്ടാണ് നടി ലക്ഷ്മിപ്രിയ സജീവമായിട്ട് രംഗത്തേക്ക് വരുന്നത്, മീഡിയാസിന് മുന്നിലേക്ക് രംഗത്തേക്ക് വരുന്നത്. അൻസിബ തുടക്കം മുതൽ തന്നെ ആ ഒരു നടിയുടെ പേര് വ്യക്തമായി പറഞ്ഞിരുന്നില്ല. താൻ ഒരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജിൻ്റെ പേരിൽ തനിക്കെതിരെ പരാതി അടക്കം കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അൻസിബ തുറന്നു പറഞ്ഞിരുന്നത്. ലക്ഷ്മിപ്രിയ തന്നെയാണ് മീഡിയാസിനെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് താനാണ് അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത നടി എന്നുള്ള തുറന്നു പറച്ചിലടക്കം നടത്തിയത്. അപ്പോൾ സ്വമേധയാ ലക്ഷ്മിപ്രിയ തീരുമാനമെടുത്താണ് മീഡിയാസിന് മുൻപിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാകും കാര്യങ്ങൾ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും അൻസിബയുടെ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ലക്ഷ്മിപ്രിയ നിലവിൽ നിലനിൽക്കുന്നത്. അൻസിബയുടെ പരാതിയിൽ മൊഴി നൽകാനായി എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ലക്ഷ്മിപ്രിയ പറഞ്ഞത് 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കള്ളമാണ് എന്നുള്ളതാണ്. 1 മണിക്കൂറും 17 മിനിറ്റും മാത്രമാണ് അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ. എന്തായാലും തൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂറും 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് അൻസിബ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അൻസിബ പറയുന്നത് പോലെ, ഈ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ടോർച്ചർ ചെയ്തു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത്ര കൃത്യമായിട്ട് ഒരു സമയം പറയാൻ കാരണം തൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉള്ളത് കൊണ്ടാണെന്നാണ് ലക്ഷ്മിപ്രിയയുടെ അവകാശവാദം. ഞങ്ങൾ രണ്ടുപേരും ഒരു സംഘടനയിലെ അംഗങ്ങളാണ്, എന്നാൽ സംഘടനയ്ക്ക് പുറത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ സംഘടനയ്ക്ക് എന്ത് ബാധ്യതയാണ് ഉള്ളത് എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത്. സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്
വേണ്ടത് എന്നും ഞങ്ങൾ 2 പേർക്കിടയിലെ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാൻ സംഘടനയ്ക്ക് എങ്ങനെ സാധിക്കുമെന്നൊക്കെ ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് സന്ദേശം അൻസിബ അയച്ചതിനാലാണ് പോലീസിൽ പരാതിപ്പെട്ടത് എന്നും ലക്ഷ്മിപ്രിയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചിരിക്കുകയാണ്. അതേസമയം ലക്ഷ്മിപ്രിയക്കെതിരെയും അമ്മയ്ക്കെതിരെയും ഒക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ച അൻസിബ നിയമപരമായിട്ടുള്ള നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞതാണ്. മലയാള സിനിമയിലെ താരസംഘടന അമ്മയിലെ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട ടിനി ടോമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ള ഉറച്ച നിൽപ്പിലാണ് മുൻ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള അൻസിബ. ഇനി അമ്മയിൽ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് അൻസിബ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിലും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുന്നു അൻസിബ. നാട്ടിൽ നിയമവും കോടതിയും എല്ലാം ഉണ്ടല്ലോ എന്നാണ് ഈ സംഭവത്തിന് പിന്നാലെ അൻസിബയുടെ പ്രതികരണം. തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൻസിബ. അതിനാൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ സെൽ CIക്കെതിരെ അടക്കം പരാതി നൽകിയിരിക്കുന്നു അൻസിബ. നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതോടെയാണ് വിഷയങ്ങൾക്കൊക്കെ തുടക്കം. ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നായിരുന്നു അൻസിബയുടെ ആരോപണം. തനിക്ക് എല്ലാവരുമായിട്ടും അവിഹിതമാണെന്ന് പ്രചരിപ്പിച്ചു എന്നും അൻസിബയുടെ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ഒരു തന്തുവാണ്. എന്നാൽ അൻസിബ തനിക്ക് സഹോദരിയെ പോലെയാണെന്നാണ് ഇതിനൊക്കെയുള്ള ടിനിയുടെ പ്രതികരണം. ഇതിനിടെ അൻസിബ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ശരിവച്ച നടി നീനാക്കുറുപ്പ് രംഗത്തെത്തിയത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചു. അൻസിബയുടെ DNA ശരിയല്ലെന്നാണ് ടിനി ടോം പറഞ്ഞതെന്നാണ് നീനാക്കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ജിഹാദി എന്ന് വിളിച്ചതായും നീനാക്കുറിപ്പ് പറയുന്നു. പ്രശ്നമുണ്ടാക്കുന്നവരെ മാറ്റി നിർത്തണം, ഈ ടീമിനെ വച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നും നീനാക്കുറിപ്പ് പറഞ്ഞു. ഇത്തരത്തിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കുമ്പോഴും ഒരു വശത്ത് സൈലന്റ് ആയിട്ട് പലരും തൻ്റെ നിലപാട് മറച്ചു വെച്ചുകൊണ്ട് അഭിപ്രായം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അഭിനയത്തിലെ വലിയ പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ തന്നെ ഈ വിഷയത്തിൽ കമ എന്നൊരക്ഷരം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രധാനമായിട്ടും ഇതൊരു അമ്മ സംഘടനയിലെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബ വഴക്കായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിലൊക്കെ ഇടപെടണ്ട എന്ന് അവരും കരുതി കാണും. എന്തായാലും ഇത്തരത്തിലുള്ള അനീതികളൊക്കെ കാണുമ്പോൾ ചുമ്മാതിരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ രംഗത്തേക്ക് വരുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയില്ല എങ്കിൽ ശ്വേതയ്ക്ക് ചീത്തപ്പേരുണ്ടാകുമെന്നടക്കമുള്ള മല്ലികയുടെ ഉപദേശമാണ് ഇതിലൂടെ നമ്മൾ കേൾക്കുന്നത്. പൃഥ്വിരാജിനെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന് പറയാൻ അറിയാവുന്ന സംഘടനയ്ക്ക് ഇതിലും വലിയ പോക്രിത്തം കാണിച്ചവരെ മാപ്പ് പറയിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കുന്നതിനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പരാമർശിച്ചത്. ശ്വേത ഒരു നല്ല പ്രസിഡന്റാണ്. ശ്വേതയ്ക്ക് പോലും ഒരുപാട് തടസ്സങ്ങൾ അവിടെയുണ്ട്. ഞാനൊരിക്കൽ വിചാരിച്ചിരുന്നു ശ്വേത ആളൊരു മിടുക്കിയാണല്ലോ എന്ന്. ശ്വേത എന്താണ് എന്നിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയി പറയാത്തത്? ഇതൊക്കെ ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടോ, ശ്വേത ജനറൽ ബോഡിയിൽ എല്ലാം പറയുമെന്ന്. നന്നായിട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം. ഇതായിരുന്നു മല്ലികാമ്മയുടെ വാക്ക്. മോശമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും ആ അമ്മ ചൂണ്ടിക്കാണിക്കുകയാണ്. സംഘടനയിൽ നല്ല സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് പോലും മോശമല്ലേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എന്നാണ് സീനിയർ ആയിട്ടുള്ള നടിയായ മല്ലിക ചോദിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുമ്പോൾ എന്തൊരു നാണക്കേടാണ്. നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ സംഘടനയിലെ കാര്യങ്ങൾ പുറത്തറിയുന്നത് എങ്ങനെയാണ്? ഇതിലൊക്കെ തനിക്ക് സങ്കടമുണ്ട് എന്നും നടി അറിയിച്ചു. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയില്ല എങ്കിൽ ശ്വേതയ്ക്ക് പോലും ചീത്തപ്പേരാകുമെന്നും അത് ശ്വേത മനസ്സിലാക്കണമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. മോശമായ പ്രവണതകൾ തിരുത്താനാണ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഒക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ അടിയായാൽ പിന്നെ അവിടെ എങ്ങനെയാണ് ഭരണം നടക്കുക? പൃഥ്വിരാജിനെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്ന് പറയാൻ അറിയാവുന്ന സംഘടനയ്ക്ക് ഇതിലും വലിയ പോക്കിരത്തരം നടക്കുന്നത് കാണുമ്പോൾ മാപ്പ് പറയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാലം മാറി, അവരില്ല എങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമോ, കഞ്ഞി കുടിക്കുമോ, കഞ്ഞികുടി മുട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നവർക്ക് അത് കൊടുക്കാൻ ചെറിയൊരു ഓഫീസ് മാത്രം മതിയാകും, അത് കൊടുക്കുകയും വേണം. അതല്ലാതെ ഈ ജനറൽ ബോഡി വിളിച്ച് സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ബഹളം, അമ്പലത്തിൽ പോക്ക്, ഇതൊക്കെ വെറും പ്രഹസനമാണ്. അമ്പലത്തിൽ മനുഷ്യർ ഭക്തിപൂർവ്വം കൊണ്ടിടുന്ന കാണിക്കയുടെ അകത്ത് നിന്ന് ആഘോഷിക്കാൻ കൊടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അമ്പലം അധികാരികൾ കൊടുക്കും, അത് ആർക്കെങ്കിലും ഉപകാരിക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അത് നല്ല കാര്യമാണ്. ബാബുരാജ് ഇരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു
മല്ലിക അമ്മയുടെ ഈ ഒരു പ്രതികരണം. ബാബുരാജ് ഇരുന്ന കാലത്ത് എത്രയോ നല്ല നല്ല സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു സ്പോൺസർഷിപ്പ് അദ്ദേഹം കൊണ്ടുവന്നതെന്നും ഇതെല്ലാം കൂടി അവിയൽ പരുവമാക്കി കളഞ്ഞുവെന്നും പ്രസിഡന്റും സെക്രട്ടറിയും തന്നെയാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അതേസമയം കുക്കു ചലച്ചിത്ര ഫെസ്റ്റ് കാണുന്നത് പോലെ ഈ ഒരു സംഘടനയെ കാണരുതെന്നും അതല്ല സംഘടന എന്നും മല്ലിക പറഞ്ഞു വെക്കുന്നു. ഇതിനിടെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കാണണമെന്നുള്ള ഒരു ഉപദേശവും അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞു വെക്കുന്നത്.